തോറ്റു കഴിഞ്ഞപ്പോൾ പെരിന്തൽമണ്ണ തോറ്റ അത്രയേ ഉള്ളൂ. ജനവിധിയാണത്. ആ ജനവിധിക്കെതിരായിട്ടാണ് ആക്രമണം അയച്ചുവിടുന്നത്. ലീഗ് ഓഫീസ് ആക്രമിക്കുക, അക്രമം അയച്ചുവിടുക വ്യാപകമായി. ആരെ ഭയപ്പെടുത്താനാണ് നിങ്ങൾ നോക്കുന്നത്? ഞങ്ങൾ എന്താ പേടിച്ചോടി വീട്ടിൽ പോയിരിക്കുക? നിങ്ങളുടെ ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. ജനങ്ങളെ ശക്തമായൊരു താക്കീത് തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് മറക്കണ്ട. അല്ലെന്നെ അവർക്ക് അസഹിഷ്ണുതയാണ്. തോറ്റത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ്. ഞാൻ പറഞ്ഞത് ഇത് ഇടതുപക്ഷമൊന്നുമല്ല, ഇത് തീവ്ര വലതുപക്ഷമാണ്. ഒരു ഫാസിസ്റ്റ് സമീപനമാണ്. ഇത് ഫാസിസമാണിത് ഈ കാണിക്കുന്നത്. എതിരാളികളെ ഇല്ലാതാക്കുക, ഭയപ്പെടുത്തുക, മനസ്സിലായില്ലേ? കേസെടുക്കുക. പരടി ഗാനത്തിന് കേസെടുത്ത് പോയ ഓടിയ വഴിയിൽ പുല്ലുപോലും മുളച്ചിട്ടില്ല. ഇപ്പോൾ ഭാവിയിലെങ്കിലും പുല്ല് മുളക്കില്ല അവിടെ. ആ ഓടിയ വഴിക്ക്, തിരിച്ചോടിയ വഴിക്ക് പാരടി കാലത്തിന് കേസെടുക്കാൻ പോയ പാർട്ടിയല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഇടതുപക്ഷമല്ല, തീവ്ര വലതുപക്ഷമാണ്. ഫാസിസ്റ്റ് നിലപാടാണ്. അതാണ് ചെയ്യേണ്ടത്. എനിക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, ഇതര സംസ്ഥാന തൊഴിലാളി ആൾക്കൂട്ട കൊലയുണ്ടായി. നമ്മളെല്ലാം അപമാന ഭാരത്താൽ തലകുനിച്ച് നിൽക്കുന്നൊരു സ്ഥിതിയാണ്. മലയാളികളാണ് അത് ചെയ്തത് എന്നതിൻ്റെ നാണക്കേട് നമുക്കുണ്ട്. എൻ്റെ ഉള്ളിലുണ്ട്, അപമാനം ഭാരം നിറയുന്നുണ്ട്. അതുകൊണ്ട് ആ കുടുംബത്തോട് നമ്മൾ നീതി പുലർത്തണം. കുറ്റക്കാരായ ആളുകളെ കർശനമായി അവരെ ശിക്ഷിക്കണം. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നമുക്ക് പറയാൻ നമുക്ക് അപമാനകരമായ ഒരു സംഭവം ഉണ്ടായി. ഈ ഒരേ അടുത്തടുത്താണ് മധുവിൻ്റെ കൂട്ടക്കൊല ഉണ്ടായതിൻ്റെ സമീപത്താണ് ഇതുപോലൊരു കൂട്ടക്കൊല ഉണ്ടായിരിക്കുന്നത്. ഈ ആൾക്കൂട്ടങ്ങൾ തീരുമാനം എടുക്കാൻ പാടില്ല. ആൾക്കൂട്ടങ്ങൾ തീരുമാനം എടുക്കുന്നതിനായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കണം. ഗവൺമെൻറ് ശക്തമായ മെസ്സേജ് കൊടുക്കണം. ഇത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്.